ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ അല്ലേ, ഒരു ന്യൂ ഇയർ കാർഡ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഈ കാണുന്ന സാധനങ്ങളൊക്കെ മതി. ഇനിയിപ്പോൾ കളർ പേപ്പർ വേണമെന്നൊന്നുമില്ല. സാധാരണ നമ്മുടെ ഒരു നോട്ട്ബുക്കിലെ പേജായാലും ഈ ഒരു അടിപൊളി സാധനം നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇത്ര വലിപ്പമൊന്നും വേണ്ട, നമുക്കൊരു ന്യൂ ഇയർ വിഷ് എഴുതാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് ചെറുതാക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ എഴുതാനുണ്ടെങ്കിൽ ഈ ഒരു പേപ്പർ മുഴുവനായിട്ട് എടുക്കാം. പറഞ്ഞു വന്നത് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ കഴിവുകളൊക്കെ നമ്മൾ പുറത്തേക്ക് എടുക്കേണ്ടത്. എന്താണെന്നല്ലേ, ഇതേപോലെ നമ്മൾ ന്യൂ ഇയർ വിഷൊക്കെ നല്ല ഭംഗിയിൽ എഴുതി നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ചെയ്തത് അത്ര ഭംഗിയൊന്നും ആയിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ആ റിബൺ വരച്ചതൊക്കെ ആകെ ചെരിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാനുള്ളതല്ലേ, അവരതൊക്കെ ക്ഷമിച്ചോളും. പിന്നെ ഈ ഒരു കോട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജുമാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അവിടെ കണ്ടൊരു ബുക്കിലുണ്ടായിരുന്നതാണ് കേട്ടോ. അതങ്ങനെ മായാതെ മനസ്സിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഞാനിവിടെ എഴുതി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കോട്ട്സ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് എഴുതേണ്ടതൊക്കെ എഴുതി ഈ പേപ്പറൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേറൊരു കളർ പേപ്പർ വേണം. ഇപ്പോൾ കളർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്രസൻറ്റേഷൻ പൊതിയുന്ന പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, ചെറിയൊരു പീസ് നമുക്ക് ആവശ്യമുള്ളൂ. ഇതിൻ്റെ അളവൊക്കെ ഞാനിവിടെ സൈഡിൽ എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യാണ്. നന്നായിട്ട് പ്രസ് ചെയ്ത് മടക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ചെറിയൊരു പേപ്പറും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഹാർട്ട് ഷേപ്പിലൊരു പേപ്പർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ അളവിലുള്ള പേപ്പറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ മൊത്തം കൊള്ളുന്ന രീതിയിലാണ് നമ്മളൊരു ഹാർട്ട് ഷേപ്പ് വരയ്ക്കേണ്ടത് കേട്ടോ. ഇതേപോലെ ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ആ പേപ്പർ ഉണ്ടല്ലോ, അതിൽ വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇനി ഇതേപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും സെൻറ്ററിലേക്ക് ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ ഹാർട്ട് ഷേപ്പിൽ നമ്മൾ ഈ അടിഭാഗത്തു നിന്നാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു നോട്ട് പോലെയായി, കണ്ടില്ലേ, നമുക്ക് ഇതേപോലെ ടൈ ചെയ്യാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നമ്മൾ വിഷ് ചെയ്തിട്ടുള്ള പേപ്പർ എടുക്കുക, ഒന്ന് റോൾ ചെയ്യുക. ഇനി നമ്മളുണ്ടാക്കിയ റിങ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിന്മേൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ന്യൂ ഇയർ കാർഡ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ. ഇതിനും സിമ്പിളായിട്ടുള്ളത് ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ് കേട്ടോ. അത് മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം കാണാൻ നല്ല ലുക്കും സ്റ്റാൻഡേർഡൊക്കെ ഉള്ളൊരു ന്യൂ ഇയർ കാർഡ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.